أبو بكر عمر عثمان ثم حيدر نسل لعوف آمر وطلحة بن عبيد الله ألفا زبير يبرئ سعد سعيد هانئ أسعاد عمران وأبي عبد الله ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബനാ. അർഹമുർറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പരിശുദ്ധമായ ഈ തിങ്കളാഴ്ച രാവിൽ നല്ല ഒരു ലക്ഷ്യത്തോടെ നാം ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം എന്ന് നിരവധി ആളുകൾ നമ്മോട് ആവശ്യപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഈ പ്രദേശത്തു നിന്ന് മരിച്ചുപോയ സർവ്വ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നരകമോചനം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുള്ള ഫൈലി അവറുകളെ, ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ നിസാർ ഫൈലി അവറുകളെ, ബഹുമാന്യരായ മുനീർ അൻവരി, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സൈനുൽ ആബിദ് വാഫി, ഈ പ്രദേശത്തുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഉമറാക്കളെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിനെ ലോകാവസാനം വരെ നിലനിർത്തുക എന്ന വലിയ ഒരു ദൗത്യം എല്ലാ കാലത്തും ജീവിക്കുന്ന വിശ്വാസികളുടെ അകതാരിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു ആവശ്യമാണ്. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ, താബിഉകളിലൂടെ, അത്ബാഉകളിലൂടെ, മദ്ഹബിന്റെ പണ്ഡിതന്മാരിലൂടെ, സലഫു സ്വാലിഹീങ്ങളിലൂടെ ഇന്ന് നിലനിൽക്കുന്ന ആ പരിശുദ്ധ ദീൻ ലോകാവസാനം വരെ നമ്മുടെ മക്കളായി, മക്കളുടെ മക്കളായി ഇവിടെ വരുന്ന നമ്മുടെ പരമ്പരകൾക്ക് മുഴുവനും മാറ്റമില്ലാതെ കൈമാറിക്കൊടുക്കുക എന്ന ആ പരിശുദ്ധമായ ലക്ഷ്യത്തിൽ നാമൊക്കെ അറിയേണ്ടതും അനിവാര്യമായതുമായ ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസാരിച്ച് ഞാൻ പെട്ടെന്ന് എന്റെ സംസാരം അവസാനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ പ്രത്യേകത സദസ്സിലുള്ളവർ, ഈ സദസ്സിന്റെ സംഘാടകർ നല്ല മനസ്സോടെ ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദത്തെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ. ആ ദീനിന്റെ പ്രത്യേകത, അതിന്റെ പവിത്രത എന്താണ് എന്ന് ചോദിച്ചാൽ, ധാരാളം മതങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ തന്നെ ഓരോ മതങ്ങളെക്കുറിച്ച് പറഞ്ഞാലും സത്യമായ ഒരു ആശയം എല്ലാവർക്കും അറിയാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇലാഹാകുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ആ റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നത് ഒരേ ഒരു മതം മാത്രമാണ്, അത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ ഇവിടെ സ്വീകരിക്കാനും ആ ഇസ്ലാമിനെ ഇവിടെ അംഗീകരിക്കുവാനും നല്ലവരാകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാകുന്നത്? ആ ദീനിന്റെ പവിത്രത എന്താണ്? നമുക്കറിയാം, ഇലാഹാകുന്ന റബ്ബിന്റെ തീരുമാനങ്ങൾ മാത്രമുള്ള, ഖാലിഖാകുന്ന അല്ലാഹുവിന്റെ നിയമങ്ങൾ മാത്രമുള്ള പരിശുദ്ധമായ ഒരു സംവിധാനമാണ് ഇസ്ലാം ദീൻ. വേറെ ഒരാൾക്കും അതിൽ ഒരു പുതിയ തീരുമാനമെടുക്കാൻ പറ്റില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം എന്ന് വെച്ചാൽ വിശ്വാസപരമായി നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണെങ്കിൽ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സ്വഭാവശീലങ്ങളൊക്കെ അതിന് മതപരമായ ഒരു മുഖം നൽകുമ്പോൾ അത് ഇലാഹാകുന്ന റബ്ബിൽ നിന്ന് വന്നതാകും. അല്ലാത്തത് മതത്തിന്റെ പേരിൽ പറയാൻ പറ്റില്ല. ആ റബ്ബിനെ മറക്കാൻ പാടില്ല, ആ റബ്ബിന്റെ ദീനിനെ മറക്കാൻ പാടില്ല, ആ റബ്ബിന്റെ ദീനിനെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് എല്ലാ കാലത്തും ഈമാനുള്ളവന്റെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ഒരു മുദ്രാവാക്യമുണ്ട്, റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. ദൂരെ നിൽക്കുന്നവർ, ഈ സദസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് എവിടെ നിൽക്കലാണോ റാഹത്ത് അവിടെ നിങ്ങൾക്ക് നിൽക്കാം. ഇരിക്കുന്നവരും നിങ്ങൾക്ക് ഏതു വിധത്തിലാണോ ഇരിക്കാൻ താല്പര്യം അങ്ങനെ നിങ്ങൾക്കിരിക്കാം. പക്ഷേ മനസ്സ് മുഴുവനും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വെക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് ഈ പ്രദേശത്ത് ഒരു നല്ല സന്ദേശമാണ് ഇവിടെ നൽകാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഒരു സംഘടനയിൽ നിൽക്കണമെന്ന് പറയാനല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയാനല്ല. അതേ സമയത്ത് ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കൽ പോലും പരാജയം സംഭവിക്കാൻ പാടില്ല. ഉന്നതമായ വിജയം ലഭിക്കണം. അത് ഏതു കാലത്ത് ജീവിച്ചവരാണെങ്കിലും, ഏത് ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിലും, ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരാണെങ്കിലും, ഏതു പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും, ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ സംശുദ്ധമായ രക്ഷ കിട്ടുന്ന, പവിത്രമായ വിജയം ലഭിക്കുന്ന ഒരു സാഹചര്യം അത് എല്ലാവർക്കും വേണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, റളീനാ ബില്ലാഹി റബ്ബാ. ഖാലിഖാകുന്ന അല്ലാഹുവിനെ, ഇലാഹാകുന്ന അല്ലാഹുവിനെ റബ്ബായി സമ്മതിക്കുന്ന വിഷയത്തിൽ നമ്മുടെ മനസ്സിന് നിയന്ത്രണം വരാൻ പാടില്ല. നിയന്ത്രണം വരാൻ പാടില്ല. ആ റബ്ബിനെ നാം സമ്പൂർണമായി അംഗീകരിച്ചേ പറ്റൂ.
ആ റബ്ബിന്റെ പരിശുദ്ധ ദീനാകുന്ന ഇസ്ലാം, ആ ഇസ്ലാമിനെയും സമ്പൂർണമായി അംഗീകരിക്കേണ്ടതുണ്ട്. ആ പരിശുദ്ധ ഇസ്ലാമിനെ ഈ സമൂഹത്തിന് കൈമാറിയിട്ടുള്ള ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ തങ്ങളെയും ഇവിടെ അംഗീകരിച്ചേ പറ്റൂ. ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു വച്ചാൽ സുബ്ഹാനല്ലാഹ്, കടന്നുപോയ കാലഘട്ടത്തിൽ വിജയം ലഭിച്ചിട്ടുള്ള മഹാരഥന്മാരാകുന്ന ഔലിയാഇന്റെ സ്വാലിഹീങ്ങളുടെ മശായിഹുമാരുടെ പരിശുദ്ധരാകുന്ന മുഅ്മിനീങ്ങളില്ലേ, അവരുടെ അതേ നിലപാടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണ്. അവരുടെ ആ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പരിശുദ്ധമായ ദീൻ, അതാരെങ്കിലും പറഞ്ഞാൽ ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അതൊന്നും നാം അംഗീകരിക്കേണ്ടതില്ല. ഇലാഹാകുന്ന അല്ലാഹു അംഗീകരിച്ച ദീനെ നാം അംഗീകരിക്കേണ്ടതുള്ളൂ. നാം ഇവിടെ 2014 ജീവിക്കുന്നവരാണ്. ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന സമയത്ത് ബുദ്ധി കൊണ്ട് സ്വാഭാവികമായും മനുഷ്യർ കാര്യങ്ങളെ വിലയിരുത്തും. പലപ്പോഴും അങ്ങനെ ബുദ്ധി കൊണ്ട് വിലയിരുത്തിയിട്ട് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനോ താങ്ങാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ചില കാര്യങ്ങളാണെങ്കിൽ പിന്നെ നമ്മളങ്ങ് മാറ്റിവെക്കും. അത് നമ്മുടെ ബുദ്ധിയുടെ തകരാറായി മനസ്സിലാക്കാൻ ഒരു പക്ഷെ തയ്യാറാവൂല. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വുളൂ ചെയ്തുകൊണ്ട് ശുദ്ധിയാവുക എന്നത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം ഇവിടെ വരുത്തുന്നത് വുളൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ നന്നായി കുളിച്ചു, വെള്ളത്തിൽ മുങ്ങി സോപ്പ് തേച്ച് ഉരച്ച് നന്നായി കുളിച്ചു. ആ കുളി കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ മനസ്സിനും സന്തോഷം, അവന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ നല്ല അഴക്, അങ്ങനെയുള്ള നല്ല ഉന്മേഷമുള്ള റാഹത്തുള്ള സന്തോഷമുള്ള ഒരു കുളി അവൻ നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ പുറമെ അവൻ വുളൂ ചെയ്തു. ഇപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാണ്. ഇനി അവനൊന്ന് മൂത്രമൊഴിക്കണം എന്ന ഒരു ചെറിയ ഒരു ശങ്ക വന്നുപോയി. ഈ സമയത്ത് അവൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി ഇരുന്നു. പരമാവധി ശ്രമിച്ചിട്ടും കാര്യമായി മൂത്രമൊന്നും വരുന്നില്ല. ഒരു തുള്ളി 2 തുള്ളി മൂത്രം ആകെ വന്നത്. ഒരു ശങ്ക വെറുതെ അങ്ങനെ വന്നുപോയതാണ്. അവന്റെ ബുദ്ധി പറയുന്ന എന്താണ്? 2 മിനിറ്റ് മുമ്പ് കുളിച്ച് വുളൂ ചെയ്ത മനുഷ്യൻ ഒരു തുള്ളി മൂത്രം വന്നിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ ആ ഭാഗമൊന്ന് കഴുകിയാൽ തന്നെ എന്റെ ശുദ്ധി തിരിച്ചു കിട്ടും എന്ന് അവന്റെ ബുദ്ധി സമ്മതിച്ചാലും ഇലാഹാകുന്ന റബ്ബ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിലൂടെ ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹുവിലൂടെ മുസ്ലിം ബിൻ ജുനൈദ് റളിയല്ലാഹു അൻഹുവിലൂടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിലൂടെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 2 മിനിറ്റ് മുമ്പ് വുളൂ ചെയ്തവനാണെങ്കിലും 2 മിനിറ്റ് മുമ്പ് സോപ്പ് തേച്ച് കുളിച്ചവനാണെങ്കിലും ഒരു തുള്ളി മൂത്രം വന്നതിന്റെ ഭാഗമായി അവൻ അത് കഴുകി വൃത്തിയാക്കിയതിന് പുറമെ മുഖം മുഴുവനും കഴുകണം. അത് കഴിഞ്ഞിട്ട് കൈ 2 മുട്ടോടുകൂടി കഴുകണം. അത് കഴിഞ്ഞിട്ട് തലയിൽ നിന്ന് അല്പമെങ്കിലും തടകണം. അത് കഴിഞ്ഞിട്ട് കാൽ 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. തുടക്കത്തിൽ നീയത്ത് വേണം, ഇത് വഴിക്ക് വഴിയായി ചെയ്യുകയും വേണം. എന്നാലേ അവന്റെ ശുദ്ധി തിരിച്ചു കിട്ടൂ. ഒരു തുള്ളി മൂത്രം വന്ന് എന്തിനാണ് തല തടകുന്നത് എന്നത് ഒരു പക്ഷേ ഒരു സാധാരണക്കാരന് ആലോചിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നു. അവർ അങ്ങനെയാണ് അവിടുത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ അവരുടെ സ്വന്തം അഭിപ്രായമായി എഴുതി വെച്ചതല്ല.
തല അല്പമെങ്കിലും തടകണം എന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത്, മുഖം മുഴുവനും കഴുകണം എന്ന് പറഞ്ഞത്, ആദ്യം മുഖമാണ് കഴുകേണ്ടത്, കൈ രണ്ടും മുട്ടോടുകൂടി കഴുകേണ്ടത് പിന്നെയാണെന്ന് പറഞ്ഞത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തത് മഹാനാകുന്ന മുസ്ലിം ഇബ്നു ജുനൈദ് റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ ഇരിക്കുന്നതായി കസേര ഇതൊക്കെ ഉസ്താദ്മാർക്കുള്ളതല്ലേ. മുസ്ലിം ഇബ്നു ജുനൈദ് റളിയല്ലാഹു അൻഹു ആണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ. ആ ഗുരുവര്യർ പഠിപ്പിച്ചത് പ്രകാരം ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മയും പഠിപ്പിക്കുകയാണ്. എന്നാൽ മുസ്ലിം ഇബ്നു ജുനൈദ് റളിയല്ലാഹു അൻഹു പഠിച്ചതോ സ്വന്തം പഠിച്ചെടുത്തതല്ല, അവരെ പഠിപ്പിച്ചത് ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു ആണ്. അവർ ആരിൽ നിന്നാണ് പഠിച്ചത്? അത് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പഠിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിച്ചത് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ഈ നബി തങ്ങൾ പഠിച്ചതോ? നബി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറില്ല. നമ്മോട് മുഖം കഴുകണം എന്ന് പറഞ്ഞത്, കൈ രണ്ടും മുട്ടോട് കൂടി കഴുകണം എന്ന് പറഞ്ഞത്, തല അല്പമെങ്കിലും തടകണം എന്നൊക്കെ പറഞ്ഞത് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തത് എന്ന് പറയുമ്പോൾ അവർക്ക് ആരാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്? ഖാലിഖാകുന്ന അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാനൊരു വുളൂഇന്റെ കാര്യം നിങ്ങൾ ഉദാഹരണമായി കേൾപ്പിച്ചെങ്കിൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ഇലാഹാകുന്ന റബ്ബിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിയത് അവർ സ്വഹാബത്തിന് കൈമാറി കൊടുക്കുകയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കാതെ ഏതു കാലത്താണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആവശ്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സമ്മതിച്ച പരിശുദ്ധമായ ദീൻ ഏതാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലമാണിത്. ഇസ്ലാമിന്റെ പേരിൽ ധാരാളം സംഘങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ ധാരാളം വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങളൊക്കെ ഇവിടെ വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ മതകാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഹക്ക്, എവിടെയാണ് ബാത്തില്, ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പങ്ങളിലേക്ക് വല്ലാതെ പോകാറില്ല. ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ ചില പ്രദേശങ്ങളിൽ പോയാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷത്തെ നാം മനസ്സിലാക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ, മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുടെ, അങ്ങനെ തുടങ്ങിയിട്ട് മഹാരഥന്മാരുടെ ഒക്കെ ഒരു വഴിയിലൂടെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ നോക്കിയാലും വെള്ളിയാഴ്ചക്ക് പരിശുദ്ധ ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്ക് മുമ്പിൽ 1400 കൊല്ലങ്ങൾക്കപ്പുറം ആ ജുമുഅ സ്വഹീഹാകാൻ വേണ്ടിയുള്ള ഖുതുബ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ നിന്ന് ആരംഭ നബി തങ്ങൾ എങ്ങനെയാണോ നിർവഹിച്ചത് അതേ അറബിയിലുള്ള ഖുതുബ തന്നെയാണ് കേരളത്തിലെ
99.4% മഹല്ലുകളിലും ഉയർന്നു കേൾക്കുന്നത്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ പത്രം വായിക്കുന്നത് പോലെ, അങ്ങാടി നിലവാരമൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഭൗതിക സാഹചര്യങ്ങളും ഭൗതിക വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മലയാള ഭാഷയിലോ അറബിയല്ലാത്ത മറ്റു ഭാഷയിലോ ഓതുന്നുണ്ടാവാം. പക്ഷേ മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും നബി തങ്ങൾ നിർവഹിച്ചതുപോലെ, സിദ്ദീഖ് തങ്ങൾ നിർവഹിച്ചതുപോലെ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിർവഹിച്ചതുപോലെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിർവഹിച്ചതുപോലെ, അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചതുപോലെ എല്ലാ മഹാരഥന്മാരും എങ്ങനെയാണോ അങ്ങനെ എന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ സാധാരണക്കാർ. അങ്ങനത്തെ ഒരു പരിശുദ്ധമായ ആദർശത്തിന്റെ ഒരു നല്ല സംവിധാനത്തിനൊപ്പം കേരളീയ മുസ്ലിം സമൂഹം നിൽക്കുന്നതിന്റെ പിന്നിൽ മഹദൂമ പണ്ഡിതന്മാരുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. മഹാനാകുന്ന മമ്പുറത്ത് തങ്ങളുടെ പ്രവർത്തനം കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ പ്രവർത്തനം കാണാൻ കഴിയും. മഹാനാകുന്ന ബാഫഖി തങ്ങളുടെ പ്രവർത്തനം കാണാൻ കഴിയും. മഹാനാകുന്ന പൂക്കോയ തങ്ങളുടെ പ്രവർത്തനം കാണാൻ കഴിയും. ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനം, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനം, കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രവർത്തനം, ശംസുൽ ഉലമാഇ തങ്ങളുടെ പ്രവർത്തനം, മഹാനാകുന്ന റഈസുൽ ഉലമാഇ കാളമ്പാടി ഉസ്താദിന്റെ പ്രവർത്തനം, റഹിമഹുമുല്ലാ സ്വാലിഹീങ്ങളാകുന്ന ഒരുപാട് ആളുകളുടെ പ്രവർത്തനം കാണാൻ കഴിയും. പക്ഷെ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ചില കാലത്തും ചില ലോകത്തും അത് വ്യാപകമാണ്. അതിലൊന്നും പെട്ടുപോകരുത് എന്ന് ഒരാൾ പറയുന്നത് ദുനിയാവിന് വേണ്ടി അല്ല എന്നുള്ളത് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്കറിയാം. പ്രത്യേകിച്ച് സമസ്തയുടെ വേദിയിൽ വെച്ചിട്ട് പറയുമ്പോൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദിയിൽ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജനങ്ങൾക്കറിയാം ഇതിൽ ദുനിയാവൊന്നുമില്ല എന്നറിയാം. അതെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടികൾ, ഭരിക്കാൻ അവസരം കിട്ടിയിരുന്ന പല പാർട്ടികൾ, കേരളത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ധാരാളം പാർട്ടികൾ, ഇവരൊക്കെ പരിശോധിച്ചാലും ഓരോ ഗ്രാമത്തിൽ പോയാൽ എല്ലാവർക്കും വലിയ ആസ്ഥാനങ്ങൾ, വലിയ ഓഫീസുകൾ ഉണ്ടാവണം എന്നൊന്നുമില്ല. ജില്ലാ ഓഫീസൊക്കെ ഉണ്ടാകും, മണ്ഡലത്തിൽ ചിലപ്പോൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാകും, ചില സ്ഥലത്തൊക്കെ ഒറ്റപ്പെട്ട ഓഫീസുകൾ ഉണ്ടാകും എന്നല്ലാതെ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഓഫീസുകളൊന്നും എല്ലാ ഗ്രാമത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ ഉണ്ടാവില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അങ്ങനെയല്ല. സമസ്തയുടെ ആശയങ്ങൾ, പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായ അഖീദയെ, സമസ്ത പഠിപ്പിക്കുന്ന അഖ്ലാഖിനെ, സമസ്ത പഠിപ്പിക്കുന്ന ഫിഖ്ഹിനെ, സമസ്തയുടെ പരിശുദ്ധമായ ആദർശ മേഖലയെ ഓരോ നാട്ടിലും ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഓരോ ഗ്രാമത്തിലുമുണ്ട്. 9,000-ൽ പരം വലിയ വലിയ കെട്ടിടങ്ങൾ, 400, 500, 600 കുട്ടികളൊക്കെ പഠിക്കുന്നതൊക്കെ ചില സ്ഥലങ്ങളിൽ കാണാം. ഇങ്ങനെയുള്ള ഒരു സംവിധാനം 90 കൊല്ലക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് വരെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന ഒരു പോസ്റ്റെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗ്രഹിച്ചിട്ടില്ല. ഇതൊക്കെ തിരിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും സമസ്ത പറയുന്ന ദുനിയാവിന് വേണ്ടിയല്ല. 4 ആളുകൾ പോലും ഓരോ ഗ്രാമത്തിനും തികച്ചില്ലാത്ത പാർട്ടികൾ വരെ ഇവിടെ ഇലക്ഷന് വേണ്ടി, പാർലമെന്റ് ഇലക്ഷന് വേണ്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഓരോ ഗ്രാമത്തിലും ആയിരക്കണക്കിന് അംഗങ്ങളുള്ള സമസ്തയുടെ പ്രവർത്തകന്മാരോ അങ്ങനെ പ്രഖ്യാപിക്കുന്ന നയം ഇത്ര കാലത്തുള്ള കാര്യം കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ദീനു തന്നെയാണ് വേണ്ടത്, വേണമെങ്കിൽ ഇന്ത്യയെ തന്നെ ഇസ്ലാമാക്കി തരാൻ ഞങ്ങൾ ശ്രമിക്കാം എന്നുവരെ പറഞ്ഞു വന്നിരുന്ന ആളുകൾ വരെ രാഷ്ട്രീയ പാർട്ടികളായി കൊടികെട്ടി നടക്കുന്ന കാലമാണിത്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭൗതികമായ ഒരു താൽപര്യവും ഈ 9 പതിറ്റാണ്ട് കാലമായി ഈ സമൂഹത്തിനു മുമ്പിൽ പ്രകൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് സമസ്തയുടെ വേദിയിൽ നിന്ന് പറയുന്നത് ആഖിറത്തിന് വേണ്ടിയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ സത്യസന്ധമായി നിഷ്പക്ഷമായി എല്ലാവരോടും ഈ നല്ല കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളത്. അല്ലാഹു നല്ല മനസ്സ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യം മറന്നു പോകല്ല, പരലോകത്ത് രക്ഷപ്പെടലാണ്. അവിടെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇലാഹാകുന്ന അള്ളാഹുവിന്റെ ദീനായിരിക്കണം, അല്ലാത്ത ഒരു ദീനെ ഞാൻ ദീനായി അംഗീകരിക്കാൻ പാടില്ല.
ആ ദീന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ആ ദീനിന്റെ സമ്പൂർണത കൈവരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് 23 കൊല്ലത്തെ പ്രവർത്തനം ഇവിടെ നടത്തുകയാണ്. ആ പ്രവർത്തനത്തിന്റെ അവസാന ഭാഗമൊന്ന് ശ്രദ്ധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്നതിന്റെ 81 ദിവസം മുമ്പ് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, അൽയൗമ അക്മൽതു ദീനകും അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ദീന. 81 ദിവസം ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ കരങ്ങളിലേക്ക് സമ്പൂർണമാക്കി തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പൂർണമാക്കി തന്ന ദീനിനെ ആരാണിത് കണ്ടത്? ആരാണിത് അനുഭവിച്ചത്? ആ നബി തങ്ങളിൽ നിന്ന് ആരാണ് ദീന് നേരിട്ട് സ്വീകരിച്ചത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പഠിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വേദിയിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ചായിരുന്നു. ഖുതുബുസ്സമാൻ എന്ന ദർജയിലുള്ള ആത്മീയ ലോകത്ത് ഉന്നതനാകുന്ന നിരവധി മഹത്വങ്ങൾ, കറാമത്തുകൾ വരക്കൽ തങ്ങളിൽ നിന്ന് എല്ലാവർക്കും പ്രകടമായിരുന്നു. ആ മഹാനാകുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഒരിക്കൽ കടപ്പുറത്തിറങ്ങിയിട്ട് തിരമാലകളോട് അടങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇല്ലേ? പതിവില്ലാത്ത ഇളക്കമുള്ള ഈ തിരമാലകൾ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് പ്രയാസം അനുഭവിച്ചപ്പോൾ, കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി തോണിയിറക്കാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ, കടൽക്ഷോഭം കാരണം തൊഴിലിന് പോകാൻ കഴിയാതെ വരുമ്പോൾ, പഴയ കാലത്തും പുതിയ കാലത്തും ഈമാനുള്ളവരോ അല്ലാഹുവിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ സങ്കടങ്ങളെ ബോധ്യപ്പെടുത്താൻ മഹാന്മാരുടെ മുമ്പിൽ ചെന്നിട്ട് പറയും, അല്ലാഹുവിൽ നിന്ന് സഹായം ലഭിക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളെ ഒരു പരിഹാരം പറഞ്ഞു തരണം, ദുആ ചെയ്തു തരണം. ആ പരിശുദ്ധമായ ചിന്തയോടെ തങ്ങളെ മുമ്പിലേക്ക് ചെന്നവരോട് മഹാനാകുന്ന തങ്ങൾ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടി കടപ്പുറത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഉസ്കുത്, കടലിനോട് അടങ്ങണം. ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു വെള്ളത്തിനോട്, മണ്ണിനോട്, മരത്തിനോട്, കല്ലിനോട്, ജീവജാലങ്ങൾ അല്ലാത്തതിനോട് സംസാരിക്കുകയും ഉപദേശിക്കുകയും കൽപ്പിക്കുകയും അങ്ങനെ അത് വഴിപ്പെടുകയും ചെയ്യുന്നത് ഈ മതത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് സാധാരണക്കാർ ചിന്തിക്കും. എന്നാൽ ദീൻ അംഗീകരിക്കുന്നവരാണെങ്കിലോ, ഇൽമുള്ളവരാണെങ്കിലോ, അള്ളാഹുവിന്റെ ദീനെ പഠിച്ചവരാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് കൃത്യമായി കണ്ടു മനസ്സിലാക്കിയ മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം, ആ സ്വഹാബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആളെ പേര് ഞാൻ പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ 3 പ്രധാനികൾ, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട സ്വഹാബികൾ സ്വഹാബത്തിലില്ലല്ലോ. ആ ബഹുമാനപ്പെട്ട 3 പ്രധാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം ഒന്നിച്ച് ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ സന്ദർഭത്തിൽ ഫറജഫത്തിൽ ഉഹദ് ഇളകാൻ തുടങ്ങി. കടലിലെ വെള്ളം സാധാരണ ഇളകുന്നതാണ്, അല്പം ഇളക്കം കൂടിയപ്പോഴാ വരക്കൽ തങ്ങൾ ഉസ്കുത്ത് എന്ന് പറഞ്ഞു. എന്നാൽ സാധാരണ ഭൂമി കുലുങ്ങാറില്ല. വല്ല സ്ഥലത്തും കുലുങ്ങിപ്പോയാൽ മനുഷ്യർ അത് ഭീതിയോടെ കാണുകയാണ്.
ഉഹദ് പർവ്വതം കുലുങ്ങുകയാണ്. ആ പരിശുദ്ധ പർവ്വതമങ്ങ് കുലുങ്ങുന്ന സമയത്ത് മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, ഉസ്കുത് യാ ഉഹദ്, ഉഹദ് അടങ്ങണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രംഗത്തിന് സാക്ഷിയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. ഈ മൂന്ന് മഹാരഥന്മാരും ദീനു പഠിച്ചത് നബിത്തങ്ങളെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഇളകുന്ന കല്ലിനോട്, ഇളകുന്ന മണ്ണിനോട്, ഇളകുന്ന വെള്ളത്തിനോട്, ഇളകുന്ന മരത്തോട് ഈമാനുള്ള ഒരാൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ദറജയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മഹാരഥന്മാർ ഇങ്ങനെ ചിലതൊക്കെ പറയുമ്പോ അതിന് ചോദ്യം ചെയ്യേണ്ടതില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഉഹദിനോട് അടങ്ങി നിൽക്കാൻ പറയുന്നു. ഉഹദ് അവൾ ശാന്തമാകുന്നു. ഇത് തർക്കമില്ലാത്ത ചരിത്രമാണ്. ആ ദീനു പഠിച്ച സ്വഹാബത്ത് പറയുന്നതാണോ ഞാൻ അംഗീകരിക്കേണ്ടത്? എന്റെ ഈ ചെറിയ ബുദ്ധിയിൽ തോന്നിക്കൊണ്ടിരിക്കുന്നതാണോ ഞാൻ അംഗീകരിക്കേണ്ടത്? ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂല് പറയുന്നു, അസ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങൾക്ക് സമാനാണ്. നക്ഷത്രങ്ങൾക്ക് സമാനം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ വഴികാട്ടികളാണ്. വഴിതെറ്റിപ്പോകുന്ന ആളുകൾക്ക്, ദിശ തിരിയാത്തവർക്ക് വരെ നക്ഷത്രങ്ങൾ ദിശയാണ്. ആ നക്ഷത്രങ്ങൾക്ക് സമാനമാണ് എന്റെ സ്വഹാബത്ത്. ബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ആ സ്വഹാബത്തിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, അവരെ പിൻപറ്റുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ പരിശുദ്ധമായ ശാദ്വല തീരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചുകൂടെ? അവർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചുകൂടെ? എന്നാൽ ഇവിടെ ഔലിയാഇന്റെ കറാമത്തിനെയും അംബിയാഇന്റെ മുഅ്ജിസത്തുകളെയും പരിശുദ്ധ ദീനിൽ ആത്മീയതയിലൂടെ മുസ്ലിം ഉമ്മത്തിൽ ലഭിക്കുന്ന സലാമത്തുകളെയുമൊക്കെ സ്വാഭാവികമായും ആക്ഷേപിക്കുന്ന ആളുകൾ ഇവിടെ ചെറിയ ബുദ്ധി കൊണ്ട് ഈമാൻ നശിപ്പിക്കുന്നവരാണ്, ആഖിറം നഷ്ടപ്പെടുത്തുന്നവരാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ആ സ്വഹാബത്ത് പഠിപ്പിച്ച ഒരു ദീൻ അതായിരുന്നു കാലങ്ങളായി കേരളക്കരയിലുണ്ടായിരുന്നത്. സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാം, നബി തങ്ങളെ മദ്ഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്വഹാബത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ മാസം റബീഉൽ അവ്വലിൽ ചെറിയ കുട്ടികൾ വരെ സ്റ്റേജിൽ കയറി നബി തങ്ങളെ പുകഴ്ത്തി പാട്ടുപാടിയപ്പോ ധാരാളം പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കേരളക്കരയിലെ ഓരോ ഗ്രാമങ്ങളും റബീഉൽ അവ്വൽ വസന്തത്തിന്റെ നാളുകൾ വന്നപ്പോ ആരംഭ നബിത്തങ്ങളെ ധാരാളമായി പുകഴ്ത്തിയിട്ട് പദ്യം ചൊല്ലിയിട്ടുണ്ട്, ഗദ്യമായി പറഞ്ഞിട്ടുണ്ട്, അറബിയിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നബിത്തങ്ങളെ വല്ലാതെ പുകഴ്ത്തിയിട്ടുണ്ട്. ഈ സമയത്ത് മൗലിദിനെ ആക്ഷേപിച്ച് കടന്നു വന്നവരുണ്ടാവാം, മൗലിദ് വേണ്ട എന്ന് പറഞ്ഞവരുണ്ടാവാം. മൗലിദ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ കുറ്റം പറയലല്ല, നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലല്ല മൗലിദ്, നബി തങ്ങളെ പുകഴ്ത്തൽ തന്നെയാണ് മൗലിദ്. ഈ മൗലിദ് വേണ്ടെന്ന് പറഞ്ഞു വന്നവരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ശ്രദ്ധിച്ചോ, നബി തങ്ങളെ പുകഴ്ത്തുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സ്വഹാബിയെ പോലും ചരിത്രത്തിൽ കാണാനില്ല. എല്ലാവരും അങ്ങനെ പഠിക്കും. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഒരാൾ പുകഴ്ത്തി പറയുകയാണെങ്കിൽ അത് കേൾക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സ്വഹാബി പോലുമില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞെന്നാൽ മതിയായിരുന്നു അങ്ങനത്തെ ആളുകൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആരംഭ നബി തങ്ങളെ മദ്ഹ് ചെയ്ത് അവരെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുകയാണെങ്കിലും പദ്യം ചൊല്ലിയിട്ട് ഗദ്യമായി പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് വട്ടത്തിൽ നിന്ന് പറഞ്ഞിട്ട് നടന്നു പറഞ്ഞാൽ, ചെറിയവർ പറഞ്ഞാൽ, വലിയവർ പറഞ്ഞാൽ, ആര് പറഞ്ഞാലും നബി തങ്ങളെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത
ഒരു സ്വഹാബി പോലും ലോകത്തുണ്ടായിട്ടില്ല. ആരംഭ നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തന്നെ ഭൂമുഖത്ത് 1.25 ലക്ഷത്തോളം സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്. ഒരൊറ്റ സ്വഹാബിയും നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞവരില്ല. ഇതാണ് എല്ലാവരും പഠിക്കേണ്ടത്. എന്നാൽ ഇന്ന് എത്രയോ ആളുകൾ വെറുതെ വന്നിട്ട് മൗലിദ് അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല, മൗലിദ് ഓതുന്ന ആൾക്കാരെ ഇഷ്ടമല്ല, മൗലിദ് ഓതുന്ന ആൾക്കാർ ഖുതുബ ഓതാണെങ്കിൽ പിന്നെ ആ പള്ളി വേണ്ട വേറെ പള്ളി ഉണ്ടാക്കുക, അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമല്ലേ? അള്ളാഹു വരെ ധാരാളം പുകഴ്ത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നബി തങ്ങളെ ധാരാളം കുറച്ചൊന്നുമല്ല പുകഴ്ത്തിയത്, അവിടുത്തെ ജീവിതത്തിലെ യാത്രകളെ വരെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ പദവിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധ നെഞ്ചിന്റെ മഹത്വം പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ കണ്ണിന്റെ മഹത്വം പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ നാവിന്റെ മഹത്വം പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താൻ പരിശുദ്ധ ഖുർആൻ തന്നെ ധാരാളം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിച്ച സ്വഹാബത്തും അങ്ങനെയാണ്. സ്വഹാബത്തും ധാരാളം നബി തങ്ങളെ പുകഴ്ത്തി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നല്ല പാട്ടുപാടി നബി തങ്ങളെ പുകഴ്ത്തിയിട്ട് സവാദ് ഇബ്നു കാരിബ് റളിയല്ലാഹു അൻഹു പാട്ടുപാടിയില്ലേ? മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തവരല്ലേ? ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി സിവാക ബിമുഗ്നിൻ അൻ സവാദ് ഇബ്നു ഖാരിബി. അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ മദ്ഹ് ചെയ്യാം, അത് പറയാനാണ് എല്ലാവർക്കും, അത് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ആ തരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ സ്വഹാബത്തൊക്കെ നബി തങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ, അവരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അവരെ പറയാൻ ഇഷ്ടപ്പെടുന്നവർ, ഒരു വേള ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബത്തിൽ പിറന്നവരാണെങ്കിൽ അവരോട് പോലും മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് വലിയ ആദരവ്. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാ? ബഅദൽ അംബിയാ. ആരാ? അംബിയാക്കൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വാലിഹീങ്ങളെ പേരൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ആദരവ് കാണിക്ക്. എന്നാൽ അള്ളാഹു ഇജാബത്ത് ഈ സദസ്സിൽ നൽകുന്നതാണ്. മഹാനാകുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരാണ് അംബിയാ കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യൻ. അവര് പറയാം, ഞാൻ എന്റെ കുടുംബത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നത് ആരംഭ നബി തങ്ങളുടെ കുടുംബത്തെയാ. തങ്ങന്മാർക്ക് നാം സ്ഥാനം നൽകാനുള്ളത്. വടക്കാങ്ങരക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും തന്നെ സാദാത്തുക്കളെ ധാരാളം കണ്ടും ബഹുമാനിച്ചും പരിചയമുള്ള ഒരു പ്രദേശമല്ലേ? സാബിഖ് അലി ശിഹാബ് തങ്ങൾ എന്നെ വിളിച്ചിരുന്നു നേരത്തെ. ഞാൻ കൂടല്ലൂരിലുള്ളത്. ഇന്നത്തെ പരിപാടിക്ക് എന്തായാലും എത്തിച്ചേരാൻ ആഗ്രഹിച്ചാണ്. അവിടെ ഞാൻ കുറച്ച് വൈകിയാലും നിങ്ങൾ നേരത്തെ എത്തണം എന്ന് പറഞ്ഞ് കൂടല്ലൂരിന്ന് നേരത്തെ വിളിച്ചിരുന്നു, ഇപ്പോഴും വിളിച്ചിരുന്നു. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അവരുടെ പിതാവ് നമ്മൾക്കൊക്കെ ഒരു പ്രതീക്ഷയായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവர்கள் അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ സാദാത്തുക്കളോട് നബി തങ്ങളെ കുടുംബങ്ങളോട് വല്ലാത്ത ബഹുമാനം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഏതൊരു വിഷയം ഉണ്ടെങ്കിലും അത് തങ്ങൾ പാപ്പാനോട് ചോദിക്കണം എന്ന് പറയും. അഹ്ലു ബൈത്തിനെ വല്ലാതെ ബഹുമാനിക്കും. അപ്പൊ കുറെ ആൾക്കാർ ഇയാൾക്കെന്താ ഒക്കെ അനങ്ങിനൊക്കെ ഒരു തങ്ങളെന്നെ, വേറെ ആരും കിട്ടൂലേ അല്ലേ? നമ്മൾ തന്നെ പള്ളി ഉദ്ഘാടനാണെങ്കിലും സമ്മേളന ഉദ്ഘാടനാണെങ്കിലും എല്ലാത്തിനും തങ്ങള് എന്ന് പറയുമ്പോൾ എന്താ കട്ടില നമ്മൾ വെച്ചാൽ കട്ടിൽ വെക്കലാവൂലേ, നമ്മൾ കുറ്റിയടിച്ചാൽ കുറ്റിയടിക്കലാവൂലേ അല്ലേ? ഇന്ന് കുറെ ആളുകളുണ്ട് പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും വേദുണ്ടാക്കാനും ഏത് പരിപാടിയാണെങ്കിലും ഉദ്ഘാടനത്തിന് തങ്ങന്മാരനെ വേണമെന്നില്ല എന്നുള്ള വാദക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ചില ആളുകൾ ചോദ്യം ചെയ്തു, നിങ്ങൾക്ക് എന്തൊരു അനങ്ങിയ ഒരു തങ്ങള് മാത്രം എന്ന് പറഞ്ഞിട്ട് അതൊരു കുറ്റമായി, അതൊരു തെറ്റായിട്ട് ചില ആളുകൾ വ്യാഖ്യാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞത് ലഇൻ കാന ദംബി ഹുബ്ബു
ആലി മുഹമ്മദി. നിങ്ങളൊക്കെ എന്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റം മുത്തുനബിയുടെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നതാണെങ്കിൽ ആ തെറ്റ് ഒഴിവാക്കാൻ, ആ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്യാൻ ശാഫിഈ ഒരുക്കമല്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഒരു വികാരമായി കാണുന്നത്. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ നാം സ്വീകരിക്കുകയാണ്. എന്നാൽ കേരളക്കരയിൽ ഒരുപാട് സംഘങ്ങളുണ്ട്. ആരാണ് സ്വഹാബത്തിന്റെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് മഹാന്മാരാകുന്ന ഔലിയാഇന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത്? എല്ലാ നല്ലവരാകുന്ന മുഅ്മിനീങ്ങളും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് സുബ്ഹാനല്ലാഹ് കാണാൻ അഴകുള്ളത് നോക്കിപ്പോകുന്ന ആളുകളുണ്ട്. കൂട്ടത്തിൽ അല്പം ലാഭമുള്ളത് നോക്കും. അല്ലേ? ഇപ്പൊ ചൈന മാർക്കറ്റ് പല സ്ഥലത്തും ബോർഡെന്നങ്ങനെ ചൈന മാർക്കറ്റ് എന്നാണ്. ലാഭം നോക്കുകയാണ്. കൂടുതൽ തിളക്കമുണ്ടാവും. കരണ്ടാണെങ്കിലോ കുറഞ്ഞ കരണ്ട് മതി. ഇല്ലേ? ഇത് നോക്കുന്നത് പോലെ നമ്മൾ ദീന് നോക്കാൻ പറ്റൂല. അവിടെ പോകുകയാണെങ്കിൽ പള്ളിയിൽ പോയാൽ നിസ്കരിച്ചാൽ മാത്രം പോരാ, ഇമാം എണീക്കുന്നത് വരെ നമ്മളവിടെ കുത്തിരുന്ന് നോക്കണം. ജുമഅക്കൊക്കെ പോയിച്ചാൽ അവർ 7 ഫാത്തിഹ ഓതേണ്ടി വരും. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിലേറെ ലാഭം ഏതാണ്? ഇതിന് ആജായ ചിലവൊന്നുമില്ല. ആകെ ഒരു 8 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ നമ്മളെ കാര്യമൊക്കെ പൂർത്തിയാവും. വെറുതെ എന്തിനാ 20 റക്അത്ത് ഇടങ്ങാറായി നിസ്കരിക്കണം? 8 റക്അത്ത് മതി. എന്താ ഒരു 1-ാം നമ്പർ പ്രസംഗം കേട്ടൂടെ അവിടെ ജുമഅക്ക് പോയാൽ? ഇങ്ങനെ തുടങ്ങിയിട്ട് ലാഭം നോക്കുന്ന ആളുകൾ, സൗകര്യം നോക്കുന്ന ആളുകൾ, എന്റെ പൊന്നുമക്കളെ പറയട്ടെ, നിങ്ങളെ പേരെന്താണെന്ന് നമുക്ക് വിരോധമല്ല. മുജാഹിദ് എന്നാണോ പേര്? ഒരു വിരോധമില്ല. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട പേരാണത്. എന്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ആ വീട്ടിൽ കയറി നിസ്കരിച്ചിട്ട് പിന്നെ അതിൽ മൗലിദ് ഓതിയപ്പോൾ ഞാനും ഓതിയത് തവസ്സൽനാ ബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ. അത് മുജാഹിദിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണത്, വെറുപ്പുകൊണ്ടൊന്നല്ല. ആ പേരൊന്നും ആരും മാറ്റിവെക്കണ്ട. ബദരീങ്ങൾക്ക് പറയാൻ പറ്റിയ പേരാ മുജാഹിദ്. പക്ഷെ ബദരീങ്ങൾക്കുള്ള ആശയം കൂടി വേണമെന്ന് മാത്രം. ബദരീങ്ങൾ ഒറ്റ കുട്ടി മലയാളത്തിൽ കുത്തുപോതിയിട്ടില്ല. മലയാളത്തിൽ എന്നല്ല അറബിയല്ലാത്തൊരു ഭാഷയിലെ കുത്തുപോതിയിട്ടില്ല. ബദരീങ്ങളിൽ 20 റക്അത്തിൽ കുറച്ച് തറാവീ നിസ്കരിച്ച ഒരാളെ പേര് പറയാൻ കഴിയൂല. നബിത്തങ്ങളെ മദ്ഹ് ചെയ്യാത്ത ബദരീങ്ങളിൽ ഇല്ല. നബിത്തങ്ങളെ കൈ ചുംബിക്കാത്ത ബദരീങ്ങളില്ല. നബിത്തങ്ങളെ മുഖത്തേക്ക് നോക്കുന്നത് പുണ്യമാണെന്ന് കരുതാത്ത ബദരീങ്ങളില്ല. നബിത്തങ്ങളോട് എനിക്കൊരു ശഫാഅത്ത് തരണേ എന്ന് പറയാത്ത ഒരു കുട്ടി പോലും ബദരീങ്ങളിലില്ല. ആ സ്വഭാവമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുജാഹിദ് എന്ന് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല പേരാണത്. പേരൊന്നും മാറ്റിവെക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല. പേരുകളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ ആഖിറമാണ്. നാം ഈ ദുനിയാവിന്റെ കൂടെ കൂടിയിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ പ്രസംഗം കേട്ട്, ഒരു യുക്തിവാദിയുടെ പ്രഭാഷണം കേട്ട്, ഒരു ഭൗതികവാദിയുടെ പ്രഭാഷണം കേട്ട്, ദീനിന്റെ യാതൊരു പ്രമാണങ്ങളെയും അംഗീകരിക്കാതെ ബുദ്ധിയുടെയും യുക്തിയുടെയും അകമ്പടിയോടെ പ്രഭാഷണം നടത്തുന്ന ഒരാളെ പ്രഭാഷണം കേട്ട് സുഹൃത്തെ നമ്മുടെ ഈമാന് നശിപ്പിക്കല്ല, നമ്മുടെ ഈമാന് കളയല്ല. അള്ളാന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്ന് പ്രിയപ്പെട്ട സ്വഹാബത്ത് ദീൻ സ്വീകരിച്ച് നമുക്കറിയാം. ആ ദീനെ കൈകാര്യം ചെയ്ത് നമുക്കറിയാം. അവർ ആ ദീനെ അംഗീകരിച്ച് മുന്നോട്ട് പോയത് മുഴുവനും നമുക്കറിയാം. അവർ കാണിച്ച ചില സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാം, നബിയെ എനിക്കൊരു ശഫാഅത്ത് തരൂ ആഖിറത്തിൽ. നബി തങ്ങളോട് നമ്മൾ ശഫാഅത്ത് വയ്ക്കലല്ലേ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കച്ചവടക്കാരനല്ല. പഠിക്ക്. ഇന്ന് ആരാ ദീൻ പറയുന്നത്? പീഡിക്കൊലായ്മ കുത്തിരുന്നിട്ട് നമ്മളൊക്കെ ദീൻ പറയാം. എന്താപ്പം നമുക്കുള്ള ക്വാളിഫിക്കേഷൻ? ഈ താടിയ, ഈ താടിയും തലയിലെ തലപ്പാവും ഈ വേഷം ഇതാർക്കുണ്ടാക്കാവുന്നതല്ലേ? ഞാനൊരു 1.25 മീറ്റർ തലയെക്കെട്ടാണ് എന്റെ കയ്യിലുള്ളത്. ഇതൊരു 6, 7, 8 മീറ്റർ നിങ്ങൾക്ക് വലുതാക്കിയൂടെ?
അതൊരു വിഷയമുള്ള കാര്യമില്ല. ഈ കുപ്പായം വേണമെങ്കിൽ ഇതിലേറെ എനിക്ക് നീട്ടിവിട്ടൂടെ? ബാഹ്യമായ വേഷങ്ങൾ നോക്കിയിട്ട് നമ്മളൊന്നും ആലിമല്ല, ആലിമാന്ന് പറയല്ല. അള്ളാന്റെ ദീന് പറയാൻ യോഗ്യത ആർക്കാണ്? മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? 500 കൊല്ലക്കാലമായി കേരളക്കരയിൽ കടന്നു വന്ന എല്ലാ ഔലിയാക്കളും എല്ലാ ആരിഫീങ്ങളും എല്ലാ ആലിമീങ്ങളും അംഗീകരിച്ച മഹാൻ. ഇൽമിന്റെ ബഹറായിരുന്നല്ലോ മഹാനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവരാണ് നമ്മളെപ്പോലത്തെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വായിക്കാൻ വേണ്ടി എഴുതി തരുന്നത്. അശ്ശഫാഅത ഹബുലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹിലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ ഹബീബിനോട് ശഫാഅത്തിന് ചോദിക്കുക. ഇത് നമ്മുടെ രീതി മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കല്ല. അനസ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനല്ലേ? നരകത്തിൽ കിടക്കൂല എന്ന കാര്യം ഉറപ്പല്ലേ? ലൻ യദ്ഖുലന്നാറ ശഹീദ ബദ്റ. ബദറിൽ സംബന്ധിച്ച ഒരാളും നരകത്തിൽ കിടക്കുന്നവരല്ല. ആ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്തെന്ന് പഠിപ്പിച്ചെന്നു. ആ ബദരീങ്ങൾ ആരും തന്നെ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ ആരും തന്നെ നരകത്തിൽ കിടക്കുന്നതല്ലല്ലോ. ആ ബദരീങ്ങളിൽപ്പെട്ട അനസ് തങ്ങൾ ചെന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ശഫാഅത്തിനെ ചോദിക്കുകയാ. എങ്ങനെയാ ചോദിക്കുന്നത്? അനസ് തങ്ങൾ തന്നെ പറയുന്നു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, അയ്യശ്ഫഅ ലി യൗമൽ ഖിയാമത്തി യാ നബിയല്ലാഹ്, ഖിയാമത്ത് നാൾ എനിക്കൊരു ശഫാഅത്ത് തരുമെന്ന്. വഖാല, അന്നേരം മുത്തുനബി പറഞ്ഞു, നഅം അന ഫാഇലുൻ, അതെ ഞാൻ ശഫാഅത്ത് കൊടുക്കുന്ന ആളാണ്, ഞാൻ തരാം. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എവിടെയാണ് ശഫാഅത്തിന് വേണ്ടി വരേണ്ടത്? ഫഅൈന അത്ലുബുക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അനസ് റളിയല്ലാഹു അൻഹുവിനോട് ആരംഭ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഉത്ലുബുനി അവ്വലു മാ തത്ലുബുനി അലസ്സിറാത്ത്, സിറാത്തിന്റെ മേലെ എന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഉണ്ടാകും ശഫാഅത്തിനവിടെ. പക്ഷേ പറഞ്ഞ ശൈലിയിൽ ഒരു ധ്വനി വന്നു. സിറാത്തിന് മുമ്പിൽ എന്ന് അങ്ങനെ പറയാതെ ആദ്യമായി സിറാത്തിന് മുമ്പിൽ എന്ന ഉത്തുലുബുനി അവ്വലു മാ തത്ലുബുനി എന്നാ പറഞ്ഞത്. ആദ്യമായി നിങ്ങൾ സിറാത്തിന്റെ മേലെ എന്നെ ശഫാഅത്തിന് വേണ്ടി നോക്കിക്കോ. അപ്പോൾ അനസ് തങ്ങൾ ചോദിച്ചു, ഞാൻ അവിടെ നോക്കാം, അവിടെ കണ്ടില്ലെങ്കിലോ? അപ്പോൾ പറഞ്ഞു, ഫഇദൻ ഇൻദൽ മീസാൻ, എന്നാ പിന്നെ അവിടെ കാണുന്നില്ലെങ്കിൽ മീസാന്റെ മുമ്പിൽ നോക്കിക്കോ, ഞാൻ ഉണ്ടാകും. ആ മീസാന്റെ മുമ്പിലും ഇല്ലെങ്കിലോ? ഇത് ചോദിച്ചപ്പോൾ ആരംഭ നബി തങ്ങൾ പറയുന്നത്, ഫഅന ഇൻദൽ ഹൗള്, ഫഅന ഇൻദൽ ഹൗള്, ഫഅന ഇൻദൽ ഹൗള്, ഞാൻ ഹൗളിന് മുമ്പിലുണ്ടാവും. ആ സ്വഹാബത്ത് ചോദിക്കുന്ന ശഫാഅത്ത് അതുതന്നെയാണ് സവാദ് ഇബ്നു കാരിബ് തങ്ങൾ ചോദിക്കുന്നത്, അതുതന്നെയാണ് മഖ്ദൂം തങ്ങൾ ചോദിക്കുന്നത്, അതുതന്നെയാണ് മമ്പറത്ത് തങ്ങൾ ചോദിക്കുന്നത്, അതുതന്നെയാണ് ഉമർ ഖാദി ചോദിക്കുന്നത്, അതുതന്നെയാണ് കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കുന്നത്, അതുതന്നെയാണ് സർവ്വ മുഅ്മിനീങ്ങളും ചോദിക്കുന്നത്. സ്വഹാബത്തിന്റെ അതേ വഴിയിൽ ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നില്ലേ ആളുകൾ? എന്തിനാണ് ചോദ്യം? ആർക്കു വേണ്ടി? എന്നിട്ട് ഒരു വിവരമില്ലാത്ത നമ്മളാണോ ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഇമാം നവവി തങ്ങൾക്ക് മനസ്സിലായതിനേക്കാൾ വലുത് നമുക്ക് മനസ്സിലാകാം. ഇമാം ഷാഫിഈ തങ്ങൾക്ക് തിരിഞ്ഞതിനേക്കാൾ വലുത് നമുക്ക് തിരിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ, മുജാഹിദിന്റെ, തബ്ലീഗിന്റെ ഏത് പിഴച്ച കക്ഷികളാണെങ്കിലും ആലോചിച്ചു. നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല. നിങ്ങളെ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇമാം ഷാഫിഈ തങ്ങളോട് എതിരായി കാണുന്നുണ്ട്, ഇമാം നവവി തങ്ങളോട് എതിരായി കാണുന്നുണ്ട്, ഗസാലി ഇമാമിനോട് എതിരായി കാണുന്നു, മഖ്ദൂം തങ്ങളോട് എതിരായി കാണുന്നു. ഇനിയോ നിങ്ങളാണെങ്കിൽ കുറെ നേതാക്കന്മാരെ വാഴ്ത്തി പറഞ്ഞെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനെ പറഞ്ഞുണ്ടോ? ഒരു നല്ല ആളെ പറഞ്ഞുണ്ടോ? ഈ പഴച്ച കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ല മനുഷ്യന്റെ പേര് പറയട്ടെ.
മലപ്പുറം ജില്ലയിൽ ജീവിച്ച ഒരു നല്ല മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. പേര് ഉമർ എന്നാണ്. പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് പ്രദേശത്തുണ്ടായിരുന്ന മഹാനാകുന്ന വെളിയങ്കോട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. റൗള ശരീഫിന്റെ മുമ്പിലേക്ക് ചെന്ന് മഹാനാകുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാ. യാ അക്രമൽ ഖുറമാ എന്ന പരിശുദ്ധമായ ശൈലിയിലുള്ള വിളിയാണത്. ആ വിളിയിലൂടെ അവിടുത്തെ പരിശുദ്ധ റൗള ശരീഫിന്റെ കവാടം തുറന്നു കൊടുത്തത് തർക്കമില്ലാത്ത ചരിത്രമല്ലേ? അവരൊക്കെ സ്വീകരിച്ച ഒരു നിലപാടെങ്കിലും സ്വീകരിക്കാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങനത്തെ ഒരു നല്ല മനുഷ്യന് ഏതെങ്കിലും പുതിയ സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ അവരെ പിന്നിലാണ് എന്ന് പറയാൻ കഴിയും? അവരെ പിന്നിലാണ് എന്ന് പറയാൻ കഴിയും? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം, മഴയില്ലാതെ വെള്ളമില്ലാതെ വുളൂ ചെയ്യാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന സമയം. നബിത്തങ്ങൾ വഫാത്തായി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. നബിത്തങ്ങൾ വഫാത്ത് കഴിഞ്ഞ് 2 വർഷവും 3 മാസവും ഭരണം നടത്തിയിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് 10 വർഷവും 6 മാസവും ഭരണം നടത്തിയവരാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് മഴയില്ലാതെ വിഷമിക്കുന്നത്. അപ്പോൾ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു എന്താ മഴ പെയ്യാൻ വേണ്ടി ചെയ്തത്? മഴ പെയ്യാൻ വേണ്ടി ചെയ്ത പണി എന്താ? ബഹുമാനപ്പെട്ടവർ നേരെ ചെന്നു ആരംഭ നബി തങ്ങളുടെ റൗളയുടെ മുമ്പിൽ, ആ ഖബറിന്റെ മുമ്പിൽ ചെന്നു. എന്നിട്ട് വിളിച്ചു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. മഴയില്ലാതെ കഷ്ടപ്പെടാങ്ങളെ ഉമ്മത്ത്, അവർക്ക് മഴ വേണം. ഖബറിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതെല്ലാം ആ സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു അജൽ ഹസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള അനേകം ആലിമീങ്ങൾ അഇമ്മത്ത് രേഖപ്പെടുത്തിയ സംഭവമാണിത്. അവിടെ ചെന്ന് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞു, ബിലാൽ തങ്ങൾ ഉറങ്ങുകയാണ്. സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി തങ്ങളോട് ആരംഭ നബി തങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് എന്റെ ഒരു സലാമിനെ പറയണം, നല്ല മഴ പെയ്യുമെന്ന സന്തോഷ വാർത്ത കൂടി അറിയിച്ചു കൊടുക്കണം. അല്പം കഴിഞ്ഞപ്പോഴേക്ക് അൽഹംദുലില്ലാഹ് മഴ അങ്ങനെ പെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഇസ്ലാമിൽ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരാകുന്ന ആളുകൾ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് മഹാന്മാരാകുന്ന ആളുകളെ ഒന്ന് വിളിക്കുമ്പോഴേക്ക് അത് ശിർക്കാണ് എന്ന് പറയാൻ പെട്ടെന്ന് തയ്യാറാവല്ല. എന്താണ് ഈ വിളിയുടെ അർത്ഥം എന്ന് നിങ്ങളൊന്ന് ആലോചിക്ക്. എപ്പോഴാണ് ശിർക്ക് വരിക എന്ന് നിങ്ങൾ പഠിക്ക്. വെറുതെ ഒരാളെ മുശ്രിക്കാക്കല്ല. മുജാഹിദുകളൊക്കെ കേരളത്തിൽ വന്നിട്ട് സുബ്ഹാന റബ്ബി ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ കാഫിറാക്കി മുശ്രിക്കീങ്ങളാക്കി. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ 4 വട്ടം കാഫിറാകും എന്ന് വരെ എഴുതി വെച്ചുപോയി. അങ്ങനെ ഒരാളെ പെട്ടെന്ന് കാഫിറാക്കല്ല. സാധാരണക്കാർക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഇലാഹാണ് എന്ന അർത്ഥത്തിൽ അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും വിളിക്കാൻ പാടില്ല. ഞാൻ എന്റെ ഉമ്മയെ ഒരു ദിവസം പല തവണ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രായം ഏറെയുള്ള സമയമാണ്. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തും സുഖവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ആ ഉമ്മ എന്നോട് ചോദിക്കും, ചോദിക്കും,
അപ്പോഴും ഞാൻ അമ്മ ചോറ് വെച്ചിട്ടുണ്ട്, ഉമ്മ രണ്ടെട്ടം അമ്മ എന്ന് വിളിക്കും. ഉമ്മാക്ക് വലിയ സന്തോഷമാണ് ഞാൻ ഉമ്മ നേരാറ് വിളിക്കുന്നത്. അത് അള്ളാഹ്ക്കും ഇഷ്ടമാണ്, അത് അള്ളാഹുവിനും വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇലാഹാണ് എന്ന അർത്ഥത്തിൽ ഉമ്മാനെ വിളിക്കാറില്ല, അത് ഉമ്മയാണ് എന്ന അർത്ഥത്തിലാണ് വിളിക്കൽ. ബാപ്പയാണ് എന്നർത്ഥത്തിൽ ബാപ്പയെ വിളിച്ചോ, ഷെയ്ഖാണ് എന്നർത്ഥത്തിൽ ഷെയ്ഖിനെ വിളിച്ചോ, വലിയാണ് എന്നർത്ഥത്തിൽ വലിയനെ വിളിച്ചോ, നബിയാണ് എന്നർത്ഥത്തിൽ നബീനെ വിളിച്ചോ, അള്ളാഹു ആണ് എന്നർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിച്ചോ, എന്നാൽ പ്രശ്നമല്ല. പക്ഷേ ഒരു മഹാനാണ് എന്നർത്ഥത്തിൽ ഒരു മഹാനെ വിളിക്കുമ്പോഴേക്ക് അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച്, എന്നിട്ട് അതിന്റെ പേരിൽ പറയുന്നതോ നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ കാഫിറാണ്. ആരൊക്കെ കാഫിറാകും? യാ റസൂലല്ലാ എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് വിളിച്ച സ്വഹാബത്തുണ്ട്. ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടും യാ റസൂലല്ലാ എന്ന് വിളിച്ചവരുണ്ട്. അള്ളാന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്ന സന്ദർഭത്തില് ആ സമീപത്ത് വന്നുകൊണ്ട് വഫാത്തായി കിടക്കുന്ന, കണ്ണടച്ച് കിടക്കുന്ന നബി തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് മുഖത്ത് വിരിച്ച ആ തുണിയൊന്ന് മാറ്റിയിട്ട് ആദ്യമായി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചത് ആരാണ് നിങ്ങൾക്കറിയുമോ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ആ സിദ്ദീഖ് തങ്ങളുടെ സ്ഥാനം എന്താ നിങ്ങൾക്കറിയുമോ? അൻതല്ലദീ സുമ്മീത ബിൽ ആതീഖി മിൻ ഖൗലി ത്വാഹ സ്വാദിഖിൽ മസ്ദൂഖി. സ്വാദിഖുൽ മസ്ദൂഖിന്റെ നാവിലൂടെ വന്ന ഒരു വാക്കുണ്ട്, അൻത അതീഖു മിനന്നാർ. സിദ്ദീഖ്, നിങ്ങൾ നരകത്തിൽ കിടക്കൂല, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. ആ സ്വർഗത്തിന്റെ അവകാശിയുടെ സ്വഭാവം എന്താ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു ശൈലിയാണ്. ഇതിനൊക്കെ മുശ്രിക്കാവെന്ന് പറഞ്ഞാൽ കുറച്ച് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. സംഘടനയും പാർട്ടിയും ഒക്കെ വിടുമക്കളെ, അതൊന്നും ചർച്ചയല്ല. നമ്മുടെ ഈമാനാണ് വലുത്, നമ്മുടെ ഈമാനാണ് വലുത്. ഇപ്പോൾ എന്റെ മഹല്ല് സെക്രട്ടറി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമല്ല, എന്റെ മഹല്ലത്തിൽ ഒരു മരണം നടന്നിട്ടുണ്ട് എന്നൊരു മെസ്സേജും വന്നിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, പുറത്തു കൊടുക്കുമാറാവട്ടെ. ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് മരിക്കാന്ന് പറഞ്ഞുകൂടാ. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പറയും ഇന്നലെ പ്രസംഗിച്ച മൂലര് മരിച്ചോലോ. ഒരു പക്ഷേ എന്റെ ദുനിയാവിലെ അവസാനത്തെ രാത്രി ഇതായിരിക്കാം. ഇത് ഞാൻ ഒറ്റക്ക് ചിന്തിച്ചാൽ പോരാ, നമ്മളൊക്കെ ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടണം. രക്ഷപ്പെട്ടവർ എന്ന് ലോകത്തിന് പരിചയമുള്ള മഹാന്മാർ, അവർ നിന്നതുപോലെ നമുക്ക് നിൽക്കാൻ കഴിയണം. അവരുടെ വഴികളെ മുഴുവനും ആക്ഷേപിച്ച്, അവരെ വഴികളെ മുഴുവനും തള്ളിപ്പറഞ്ഞ് ഒരു പുതിയ വഴി ഞാൻ കെട്ടിപ്പടുത്തിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് പ്രിയപ്പെട്ടവരെ, പേര് മുജാഹിദ് എന്ന് പറഞ്ഞാലും, പേര് ജമാഅത്ത് എന്ന് പറഞ്ഞാലും, പേര് തബ്ലീഗ് എന്ന് പറഞ്ഞാലും, പേരെന്തു പറഞ്ഞാലും അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ല. മഹാന്മാരെ വഴിയെ മാറ്റിവെച്ചിട്ട് ഒരു പുതിയ വഴിയിൽ എത്തി നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന കരുതല്ല. മുജാഹിദും ജമാഅത്തൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം, ഐറ്റങ്ങൾക്കൊക്കെ പിഴവ് സംഭവിച്ചു. എന്നാൽ തബ്ലീഗർക്ക് എന്താ കുഴപ്പമെന്ന്? സുബ്ഹാനല്ലാഹ്, തബ്ലീഗിന് എന്താ കുഴപ്പമെന്നാ മനുഷ്യന്മാർ ചോദിക്കുന്നത്. ഇന്നും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ പരിഭാഷ എന്റെ കയ്യിൽ കിട്ടി. അതിലുള്ള ചില വാക്കുകൾ ഈ സദസ്സിൽ വായിക്കാൻ പോലും ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കണം, തബ്ലീഗ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ ആ താടി, അവരെ തലപ്പാവ്, അവരെ സംസാരം, അവരെ പെരുമാറ്റം, വാദങ്ങൾക്കില്ല, സംവാദങ്ങൾക്കില്ല, പ്രതിവാദങ്ങൾക്കില്ല, സംഘർഷങ്ങൾക്കില്ല, ശബ്ദകോലാഹലങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന പാവ മനുഷ്യന്മാർ എന്നല്ലേ നമ്മൾ കരുതുന്നത്? ആ തബ്ലീഗ് ജമാഅത്ത് പ്രചരിപ്പിക്കുന്ന ചില വാക്കുകളൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഹൈന്ദവ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ ദേവീ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മധുരപലഹാരം കൊണ്ടുപോകാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എന്ന് പറഞ്ഞ് തബ്ലീഗ് ജമാഅത്ത് ഇന്ന് കേരളക്കരയിലെ
ഓരോ ഗ്രാമങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അവർ എഴുതുകയാണ്, മഹാന്മാരുടെ മക്ബറയിലേക്ക് മധുരപലഹാരം കൊണ്ടുപോകുന്നതും ക്ഷേത്രങ്ങളിലേക്ക് ദേവീ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ പലഹാരം കൊണ്ടുപോകുന്നതും ഒരുപോലെയാണ് എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുസ്ലിം ഉമ്മത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതുന്നത് കണ്ട് നിങ്ങൾ ചീട്ട് കളിക്കല്ല എന്ന് പറയുന്നത് കേട്ട്, കള്ളു കുടിക്കല്ല എന്ന് പറയുന്നത് കേട്ട്, താടിയും തലപ്പാവും പുഞ്ചിരിയും കണ്ട് പെട്ടുപോകുന്ന ആശയം എവിടെയാ? ഒരു മഹാന്റെ മക്ബറയിലേക്ക് ഞാൻ പോകുമ്പോ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മനിന്റെ വാപ്പുണ്ടായിരുന്ന കാലത്ത്, വല്യപ്പുണ്ടായിരുന്ന കാലത്ത് മമ്പുറത്തേക്ക് ഇങ്ങനെയായിരുന്നു പോയിരുന്നത് എന്നവർ പോയ രീതി പറഞ്ഞുതരും. നല്ല അവലൊക്കെ വാങ്ങി കുഴച്ചിട്ട്, നല്ല ചീരുള്ളി നല്ല ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കുഴച്ചിട്ട് വായന്റെ ഇല വാട്ടിയിട്ട് അതിൽ പോയിഞ്ഞിട്ട് മമ്പുറത്ത് പോകും. എന്തിന്? അവിടെ ചെന്ന് യാസീൻ ഓതി ഖുർആൻ ഓതി അവിടെ ഇരുന്ന് ദുആയൊക്കെ ചെയ്ത് പോരുമ്പോ അവിടെ കുറെ മുഅ്മിനീങ്ങളുണ്ടാകും. അവര് പേപ്പർ വായിച്ചിരിക്കല്ല, അവരിങ്ങനെ ഖുർആൻ ഓതിരിക്കുന്ന മുഅ്മിനീങ്ങളാ. ആ നല്ല മനുഷ്യന്മാർക്ക് ചീനി കൊടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ. ഇത് ദേവീ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാ എന്ന് തബ്ലീഗുകാർ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്തുകൊണ്ട് പിന്നെ മിനുട്സിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, തബ്ലീഗുകാർ പിഴച്ചവരാണ്, മനുഷ്യവരെ പിഴപ്പിക്കുന്നവരാണ്. എന്തിന്? നമ്മുടെ ഈമാൻ പിഴക്കാതിരിക്കാൻ. ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് കൊതിക്കുന്ന ആളുകൾ മഹാന്മാരാകുന്ന ഔലിയാഇന്റെ, മഹാരഥന്മാരാകുന്ന മശായിഖുമാരുടെ, പരിശുദ്ധരാകുന്ന സ്വാലിഹീങ്ങളെ പിന്നിൽ മാത്രം നിന്ന് പരിചയമുള്ള കേരളം എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ പ്രദേശം, ഇതൊരു ബറക്കത്തുള്ള പ്രദേശമാണ്. കേരളത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരൂല. കേരളത്തിന്റെ മഹത്വം തേങ്ങയല്ല, അങ്ങനെ ആരും കരുതല്ല. കേരളത്തിന്റെ മഹത്വം നല്ല മന്ദമാരുതനല്ല, ഇവിടുത്തെ പ്രകൃതിയുടെ സൗകര്യമല്ല. കേരളത്തിലേക്ക് അറബികൾ വരുന്നത് കാറ്റുകൊള്ളാനും ഒഴിച്ചിൽ സ്വീകരിക്കാനും ഒക്കെയാണ് എന്നൊക്കെ നാം പറഞ്ഞാലും കേരളത്തിന്റെ മഹത്വം അവിടെ ഒന്നുമല്ല. കേരളത്തിലേക്ക് പോയാൽ, കേരളത്തിന്റെ മണ്ണിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ ഈ മണ്ണിനകത്ത് കിടക്കാൻ കൊതിച്ച് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അനേകം ആളുകൾ. മദീനയിൽ നിന്ന് വന്ന നിരവധി മഹാന്മാരുണ്ട്. സ്വഹാബത്തിന്റെ കൂടെ വന്നവർ ഇന്നും കേരളത്തിൽ പല ഭാഗത്തും കിടക്കുന്നുണ്ട്. സ്വഹാബത്തിൽപ്പെട്ടവർ തന്നെ കിടക്കുന്നുണ്ട്, താബിഈകളിൽപ്പെട്ടവർ കിടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, യമനിൽ നിന്ന്, മദീനയിൽ നിന്ന് ഒക്കെ കേരളക്കരയിലേക്ക് കടന്നു വന്ന എത്രയോ ആളുകളുണ്ട്. അത് കേരളത്തിന്റെ ഒരു മഹത്വമായി നാം മനസ്സിലാക്കുകയാ. ഈ ഒരു നല്ല പ്രദേശത്ത് ഔലിയാഇനെ സ്വീകരിച്ച് മഹാന്മാരെ അംഗീകരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിനിടയിലേക്ക് ദീനിൽ ഉള്ളതിന് ഇല്ല എന്ന് പറയാൻ, ഇല്ലാത്തതിന് ഉണ്ടെന്ന് പറയാൻ സുബ്ഹാനല്ലാഹ് ചില ആളുകൾ രംഗപ്രവേശം നടത്തി. അവർ പല പേരുകളും സ്വീകരിക്കും. ഏതൊക്കെ പേരാന്ന് പറയൂല. ചില സമയത്ത് അവർ പറയും ഞങ്ങൾ സലഫികളാണ്, അല്ലെങ്കിൽ വഹാബികളാണ്, അല്ലെങ്കിൽ മൗദൂദികളാണ്, അല്ലെങ്കിൽ മുജാഹിദുകളാണ്, ജമാഅത്തുകാരാണ്. ഇനി അതൊന്നുമല്ലാത്ത പുതിയ പേരിൽ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ ഏതെങ്കിലുമൊക്കെ ഓരോ പേര് പറഞ്ഞിട്ട് അങ്ങനെ വരും. ഏത് പേര് വന്ന് പറഞ്ഞ് നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഇനി ദീനുൽ ഇസ്ലാം എന്ന പേരിൽ തന്നെ വന്ന് പറഞ്ഞാലോ? ഖുർആനും സുന്നത്തും നിങ്ങൾ അംഗീകരിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ അതേ പേരിട്ട് ഒരുത്തൻ ഖുർആന് സുന്നത്ത് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി. എന്നിട്ടോ പറഞ്ഞെന്താ? 5 നേരം നിസ്കരിക്കല്ലോ, 3 നേരം നിസ്കരിച്ചാൽ മതിയെന്ന്. ആ പുസ്തകത്തിന്റെ പരസ്യങ്ങാരോ? നിസ്കരിച്ച് മടുത്തവർക്കും പ്രയാസം ഓർത്ത് നിസ്കരിച്ചാൽ മടിച്ചു നിൽക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്ത. ഇനി മുതൽ 5 നിസ്കരിക്കേണ്ട, 3 നിസ്കരിച്ചാൽ മതിയെന്ന്. അല്ലേ? അവൻ ഹയാത്തിലുണ്ടോ നമുക്കറിയില്ല, അവൻ മരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല, അവനെ എവിടെ കൊണ്ടുപോയിട്ടാ കുഴിച്ചിട്ടോ ഒന്നും നമുക്കറിയില്ല. എന്നാൽ അവന്റെ അഹ്ലുകാരിപ്പോ വന്നിട്ട് പറയാണ് സുന്നത്തല്യാണം കഴിക്കണ്ടാന്ന്. ഇപ്പൊ പറയണ്ട് കഴിഞ്ഞ മാസം മുതൽ അവർ തുടങ്ങി സുന്നത്തല്യാണം കഴിക്കണ്ടെന്ന് പറയാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എങ്ങനെയാണ് പഠിച്ചത്?
ആ പടച്ചിന് കോലം മാറ്റാൻ പാടില്ല, തബ്ദീല ലി ഖൽഖില്ല എന്ന് പറഞ്ഞ അള്ളാന്റെ പടപ്പുകൾ എങ്ങനെയാണ് അള്ളാഹ് പഠിച്ചത് അങ്ങനെ തന്നെ മതി, അതിന് നിങ്ങൾ കോലം മാറ്റണ്ടാന്ന്. എന്നാ ഈ പറയുന്ന ആൾക്കാരൊക്കെ സുന്നത്തരണം കഴിച്ചോ കഴിച്ചില്ലേ, നമുക്ക് തിരഞ്ഞു നോക്കാൻ പറ്റിയ കേസല്ലല്ലോ അത്. ഇപ്പൊ സുന്നത്തെല്ലാം കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ടാ വരുന്നത്. എന്തെല്ലാം തോന്നിയ സംഘങ്ങളായി ഇവർ പറഞ്ഞു നടക്കുന്നത്. ഓരോ പേരിൽ സംഘടനകൾ വരുമ്പോ ദുനിയാവിൽ മാത്രം ജീവിച്ചാൽ മതി എങ്കിൽ നമുക്ക് ആരുടെ കൂടെയും കൂടാമായിരുന്നു. പക്ഷേ ഏതു നിമിഷവും ഈ ദുനിയാവ് വിട്ടു പോകേണ്ടി വരും. ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവിടെ അമ്പിയാക്കൾക്ക് തന്നെയാണ്, അവിടെ ശുഹദാക്കൾക്ക് തന്നെയാണ്, അവിടെ സ്വാലിഹീങ്ങൾക്ക് തന്നെയാണ്, അവിടെ സുദ്ദീഖീങ്ങൾക്ക് തന്നെയാണ് സ്ഥാനമുള്ളത്. അതാണ് മുസ്തഖീമായ വഴി. പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അവർക്കൊപ്പം നമുക്ക് നിൽക്കണം. എന്നാൽ അതിനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ സമാനിലെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുക. പാങ്ങിൽ ഉസ്താദുണ്ട്, വാളക്കുളം ഉസ്താദുണ്ട്, കണ്ണീയത്ത് ഉസ്താദുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അവരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുകയാണ്. ഒരു പുതിയ ആശയം നമുക്ക് പറയാനല്ല, പഴയ കാലത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിളിക്കട്ടോ. ബഹുമാനപ്പെട്ട ദീന് പഴയ കാലത്തെ നബിത്തങ്ങൾ കൈമാറിയ ദീൻ അത് പുതിയ കാലത്തും പ്രചരിപ്പിക്കാൻ വേണ്ടി അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 2014 എത്തി നിൽക്കുന്നു. ഏകദേശം 9 പതിറ്റാണ്ട് 90 കൊല്ലക്കാലം കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും മതപരമായി ചിന്തിക്കുമ്പോൾ ഈ ഒരു സംവിധാനത്തിനൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആലോചിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവർക്ക് എന്താനുകൂല്യം കൊടുത്തത്? ഭൗതിക ലോകത്തിൽ ആനുകൂല്യം കൊടുക്കാതെ സദസ്സിലുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റിക്ക് എല്ലാവരും. അങ്ങനെ റോഡ് സൈഡായിട്ട് കുറേ നീണ്ടു കിടന്നിട്ട് ആൾക്കാരെ കാണുന്നില്ല. വരി, എല്ലാവരും അടുത്തേക്കിട്ട് വരി. ഞാൻ ഇപ്പം എത്ര നേരം നിന്നില്ല, ഇനിയിപ്പോൾ 2 മിനിറ്റ് നിങ്ങൾക്ക് നിൽക്കാലോ. വലിയ പ്രയാസമുള്ള വയസ്സുള്ള കാരണന്മാരുണ്ടെങ്കിൽ ഒരു സ്റ്റൂളും കൈ പിടിച്ചിട്ട് പോന്നാൽ മതി, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരി. ആ ദൂരം നിൽക്കുന്നവരൊക്കെ വരി. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. പാണക്കാട് തങ്ങൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ഇതാ ഇവിടെ നേതൃത്വം നൽകുന്ന സമയത്ത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്?
എന്റെ പൊന്നു മുഅ്മിനീങ്ങൾ ഒന്ന് പഠിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഇന്ന് കേരളക്കരയിൽ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടെ നിറഞ്ഞു കാണുന്ന പരിശുദ്ധമായ സദസ്സുകളുണ്ട്. ആ സദസ്സുകൾ മുഴുവനും ബദർ ബൈത്ത് ചെല്ലുകയാണ്. അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കുന്ന പ്രദേശങ്ങളാണ്. അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ട് മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ ഇതാ ഇവിടെ അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ചില്ല യദ്ഖുലന്ന ഷഹീദ ബദർ, ബദറിൽ സംബന്ധിച്ച ഒരാളും നരകത്തിൽ കിടക്കില്ല എന്ന് പറഞ്ഞ, മിൻ അഫ്ളലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾ ഉന്നതരാണ് എന്ന് പറഞ്ഞ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലിയിട്ട് ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഉറപ്പാ. ഇമാം അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു പ്രമുഖനാകുന്ന ഹദീസ് പണ്ഡിതനാണ്. ആ മഹാനാകുന്ന അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ ഹദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറിന്റെ പേരുകൾ ചൊല്ലി ഒരാൾ ദുആ ചെയ്താൽ ഇജാബത്തുണ്ട്. ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടുന്ന സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം ധരിക്കല്ല, സ്വഹാബത്തിന്റെ സ്വഭാവ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണപ്പരിക്ക് കയറിച്ചില്ല. ആ സമയത്ത് കല്യാണപ്പരി ധാരാളം ആളുകളുണ്ട്, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് കേൾക്കാണ്. കുട്ടികളാണെങ്കിലോ നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാ. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ സുബ്ഹാനല്ലാഹ്, എന്ത് പാട്ടാണ് അവർ പാടുന്നത്? ബഹുമാനപ്പെട്ട ബദർ ശുഹദാഇനെ കുറിച്ചുള്ള പാട്ട് കല്യാണപ്പരിയിൽ. ആരുടെ കല്യാണം? പ്രമുഖ സ്വഹാബി വനിതയാകുന്ന റുബയ്യ റളിയല്ലാഹു അൻഹായുടെ കല്യാണം. ആ കല്യാണ വീട്ടിൽ ബദർ ശുഹദാഇനെ പറ്റി കുട്ടികൾ പാട്ടുപാടുന്നു. നബി തങ്ങൾ കയറി വരുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ പാട്ട് പതുക്കെ നിർത്തിയിട്ട് നബി തങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായ പാട്ടങ്ങ് ആരംഭിക്കുകയാണ്. വാഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗാദിൻ, വരാൻ പോകുന്ന കാലത്തുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു തരുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ് നബി തങ്ങളെ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയുന്ന ഒരു പാട്ടങ്ങ് ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുട്ടികളെ നിങ്ങളിപ്പോ ആ തുടങ്ങിയ പാട്ടുണ്ടല്ലോ, തൽക്കാലം അത് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ പറ്റി ഇതുവരെ നിങ്ങൾ പാടിയിരുന്നില്ല, ആ പാട്ട് തന്നെ പാടണം. ആരാണിത് പറയുന്നത്? ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് അള്ളാന്റെ തൗഫീഖോടുകൂടി 6000-ലധികം പ്രദേശങ്ങളിൽ നടന്നു കഴിഞ്ഞു ബദർ ബൈത്ത്. 1000-ഓളം മഹല്ലുകളിൽ എല്ലാ മാസത്തിലും ബദർ ബൈത്ത് നടക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ നിർദ്ദേശിച്ച ആ മജ്ലിസ് നമ്മുടെ ഈ മഹല്ലത്തിലും ആരംഭിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ തുടക്കം എന്നതിലേക്ക് ഒരു 4 വരി നമുക്ക് ഇവിടെ ചെല്ലണം. ആ സമയത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജവാബ് നിങ്ങളൊന്ന് ഉറക്കെ ചൊല്ലിത്തന്നാൽ മതി. എന്നിട്ട് അതിന്റെ ഔപചാരികമായ തുടക്കം ഇന്ന് നമുക്കിവിടെ കുറിക്കാം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ ദീനിന്റെ ഖാദിമീങ്ങളും നേതാക്കന്മാരും നിങ്ങളെ അറിയിക്കും. ആ സമയത്ത് നിങ്ങളൊക്കെ അതിൽ സംബന്ധിക്കണം. അത് പള്ളി കേന്ദ്രീകരിച്ച്, മദ്രസ കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ച്, ഓരോ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് നടത്തുക, ഒരു മാസത്തിൽ ഒരു സദസ്സ് ഈ നാട്ടിൽ വേണം. ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്ന പരിശുദ്ധമായ സദസ്സ്. ഇത് വ്യാപകമായി ധാരാളം കണ്ണൂര്, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ തുടങ്ങി, പാലക്കാട് ജില്ലയിൽ ധാരാളം തുടങ്ങി, തൃശ്ശൂർ ജില്ലയിൽ തുടങ്ങി, മംഗലാപുരത്ത് തുടങ്ങി, ഗൾഫ് നാടുകൾ വരെ പല പ്രദേശത്തും ഇത് ആരംഭിച്ചു. തങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ബദർ ബൈത്ത് ചെല്ലുന്നവരാണ്. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടണം. ബദർ ബൈത്ത് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാം. മാസത്തിൽ ഒരു ദിവസം കൂട്ടായിരുന്നു കൊണ്ട് ചൊല്ലാം. ഈ മഹല്ലത്തിന്റെ നന്മക്ക് വേണ്ടി, ഒരിക്കലും മുസീബത്ത് വരാതിരിക്കാൻ വേണ്ടി, എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനത്തെ ഒരു സദസ്സ് ഇവിടെ ആരംഭിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു. ഏതാനും വരികൾ ഞാൻ അതിൽ നിന്ന് ചൊല്ലും. ആ സമയത്ത് നിങ്ങൾ ജവാബുകൾ ചൊല്ലണം. കൂട്ടത്തിൽ നേരത്തെ കുട്ടികൾ ബക്കറ്റ് നിറപ്പം ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 100 റുപ്യക്ക് നിങ്ങളെ കയ്യിലുണ്ടാവും. ഇല്ല, എന്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടോ അല്ലേ അള്ളാഹ്ക്കേ അറിയുള്ളൂ. കാരണം തന്നത് അള്ളയാണല്ലോ. അള്ള തരാത്ത 5 പൈസ നിങ്ങൾ തരും വേണ്ട.
ഈ ഒരു നല്ല പരിപാടിക്ക് വേണ്ടി ഒരു 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് സന്തോഷമില്ലാത്താണെങ്കിൽ ഞാൻ ചോദിക്കുന്നൊന്നുമില്ല. അപ്പൊ ഒരു 100 രൂപയൊക്കെ തരാൻ പറ്റുന്ന ആൾക്കാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങളിങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് തന്നാ മതി. നമുക്ക് ബൈത്ത് ചൊല്ലാം. അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി സ്വല്ലാ അലാ മുഹമ്മദി വൽ ആലി വസ്സലാമുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഉറക്കെ ചൊല്ല്. أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صل عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لفن زبير يبرئ سعد سعيد هانئ أسعد عمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله ധനം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു لا رب سواك على من كل آفات بلا لاق مصيبات ولا أن تحمينا يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يسر سكرات اليا تميت دين المنزية يا من يقي أنهابيا قيني دواما يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അംബിയാഇന്റെ പിന്നിൽ, സ്വഹാബത്തിന്റെ പിന്നിൽ, സ്വാലിഹീങ്ങളെ പിന്നിൽ, ഔസുൽ ആളമിന്റെ പിന്നിൽ, ഷെയ്ഖ് റിഫാഇ തങ്ങളെ പിന്നിൽ, മഖ്ദൂം തങ്ങളെ പിന്നിൽ, മമ്പുറത്ത് തങ്ങളെ പിന്നിൽ, ബഹുമാനപ്പെട്ട ബരക്കൽ തങ്ങളെ പിന്നിൽ, അങ്ങനെ സ്വാലിഹീങ്ങളെ പിന്നിൽ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച മഹാന്മാരാകുന്ന റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളായിരുന്നല്ലോ. വളരെ വലിയ ആരിഫ്യങ്ങൾ, നിരവധി കറാമത്തുള്ള മഹാന്മാർ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഈമാനുള്ള ഒരാൾ പോലും ആ നേതൃത്വം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശരിക്കും പഠിക്കണം. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് 93 കൊല്ലം ജീവിച്ച് ഒരു കറാഹത്തും ചെയ്തിട്ടില്ല. അള്ളാഹിനോട് മഴ വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് മഴ കൊടുക്കും. കാരണം എന്താ? ഞാൻ പറഞ്ഞത് ഇതുവരെ കണ്ണിയത്ത് കേൾക്കാതിട്ടില്ല, പിന്നെ കണ്ണിയത്ത് പറഞ്ഞത് ഞാൻ എങ്ങനെ കേൾക്കാതിരിക്കും? അള്ളാഹു ഇജാബത്ത് വെറുതെ കൊടുക്കുന്നില്ല.
അങ്ങനത്തെ കണ്ണിയത്ത് ഉസ്താദ് 926 സമസ്ത രൂപീകരിക്കുന്ന അന്ന് മുതൽ സമസ്തന്റെ അമരത്തുണ്ട്. 93 സെപ്റ്റംബർ 20 വഫാത്താകുന്നത് വരെ ഈമാനുള്ള ഒരു കുട്ടി പോലും ആ നേതൃത്വം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളെ നാം അവിടെ നിൽക്കണം. ശംസുൽ ഉലമ 96 ആഗസ്റ്റ് 18 ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആ കറാമത്തുള്ള ആരിഫ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഒരു നല്ല മനുഷ്യൻ പോലും ആ നേതാവിന്റെ പിന്നിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു മുഅ്മിനീങ്ങളെ അവരിലും നാം പെട്ടുപോകാൻ പാടില്ല. മഹാന്മാരെ എതിർത്ത ഒരാളും പരലോകത്ത് രക്ഷപ്പെടൂല. അതാണ് വിഷയം. ദുനിയാവിൽ രക്ഷപ്പെട്ടുകൂടായില്ല, ദുനിയാവിൽ രക്ഷപ്പെട്ടുകൂടായികയില്ല. ആ മഹാനാകുന്ന ശംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ പിന്നിൽ കാളമ്പാടി ഉസ്താദ് നമുക്കറിയാം, ഓർമ്മല്ലേ? സമസ്തയുടെ മുഷാവറ അംഗമായി 41 കൊല്ലമാണ് മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ് പ്രവർത്തിച്ചത്. ശൈഖുന ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കാളമ്പാടി പോയില്ലേ? ആ ഉസ്താദിന്റെ ജനാസ സംസ്കാരം നമ്മളൊക്കെ സംബന്ധിച്ചില്ലേ? എന്നാൽ ഉസ്താദ് ഉച്ച സമയത്ത് ലോകത്തോട് വിട പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 9-ന് 6 അടി മണ്ണിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് 41 തവണയാണ് മഹാനാകുന്ന കാളമ്പാടി ഉസ്താദിന്റെ പേരിൽ ജനാസ നിസ്കാരങ്ങൾ ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് നടന്നത്. എത്ര കൊല്ലം മുഷാവറയിൽ ഇരുന്നോ അത്ര തവണ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ആദരിച്ചിട്ടില്ലേ അവരൊക്കെ? മഹാന്മാർക്കൊപ്പം നിന്നാൽ പരലോകത്ത് അള്ളാഹു ഉന്നത സ്ഥാനം നൽകും. മഹാന്മാരെ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ദുനിയാവിൽ സ്ഥാനം ഉണ്ടാവാം, ആഖിറത്തിൽ സ്ഥാനം ഉണ്ടാവുകയില്ല. നമുക്ക് ദുനിയാവല്ല വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്? ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക. അതിന്റെ പോഷക ഘടകമാകുന്ന SYS ആണ് ഈ ബദർ ബൈത്ത് നാട്ടിലൊക്കെ വ്യാപിപ്പിക്കുന്നത്. അതിൽ നിങ്ങളൊക്കെ പങ്കാളികളാവുക. ഖാദിമീങ്ങളായി പ്രവർത്തിക്കുന്നത് SKSSFന്റെ കുട്ടികളാണ്. അവർ 25ാം വാർഷികത്തിലുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും അവരെ സഹായിക്കുക. അള്ളാഹു നല്ല മനസ്സ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. പടച്ചവനെ പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ലാഹ്, കേട്ടത് സ്വീകരിക്കണേ അല്ലാഹ്, ചെലവഴിച്ച സമയം സമ്പത്ത് ആരോഗ്യം സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സദസ്സായി ഈ സദസ്സിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സിനെ സഹായിച്ചവരെയും സദസ്സ് സംഘടിപ്പിച്ചവരെയും ഈ സദസ്സിനോട് സഹകരിച്ചവരെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. 2 ലോകത്തും രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നോട് കാര്യമായി ആവശ്യപ്പെടാനുള്ളത് തഖ്വ അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈമാന് സലാമത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഏത് സമയത്ത് മരിച്ചാലും ഞങ്ങൾക്ക് പരാതിയില്ല. ഇന്ന് തന്നെ ഞങ്ങളെ റൂഹിനെ പിടിച്ചാലും ഞങ്ങൾക്ക് പരാതിയില്ല. സലാമത്തിന്റെ ഈമാനോടുകൂടി മശായിഖുമാരൊക്കെ ലോകത്തോട് വിട പറഞ്ഞതുപോലെ, ശംസുൽ ഉലമായി തങ്ങൾ വിട പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സലാമത്തിന്റെ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാഹ്.